ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എസ് കെ എഡ്യൂക്കേഷൻ വേൾഡ്. ഞാൻ നിങ്ങൾക്ക് ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആയിരുന്നു പാർട്ട് 1 വീഡിയോയിൽ എടുത്തത്. ഇനി നമുക്കിന്ന് ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. All at once, he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them to take him for the acolyte. പേജ് നമ്പർ 32 ഫസ്റ്റ് പാരഗ്രാഫ്. അതായത് അവൻ വളരെ സങ്കടത്തോടു കൂടിയാണ് ആ ക്ഷേത്രം വിട്ടുപോയത്. താൻ എന്താണ് ചെയ്യുക എന്ന് അവൻ ഭയങ്കര ടെൻഷൻ അടിക്കാൻ തുടങ്ങി. നേരെ വീട്ടിലേക്ക് പോയാൽ പ്രീസ്റ്റിന് എടുത്തുന്ന ഡിസൊബീഡിയൻ്റ് ആയതിന് അച്ഛൻ എന്തായാലും പണിഷ് ചെയ്യും, ശിക്ഷിക്കും. അത് അവന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ വീട്ടിൽ പോകാൻ അവന് ഭയങ്കര ടെൻഷനായിരുന്നു, ഒരു പേടി. അപ്പോഴാണ് അവൻ ചിന്തിച്ചത് 12 മൈൽസ് എവേ, അതായത് 12 മൈൽ അകലെ അടുത്തൊരു ഗ്രാമത്തിൽ ഒരു വലിയൊരു ക്ഷേത്രമുള്ള കാര്യം. ആ ക്ഷേത്രത്തിൽ നിരവധി പ്രീസ്റ്റ് ഉണ്ട്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ. അതുള്ളത് കൊണ്ട് തന്നെ അവരുടെ പക്കൽ ചെന്ന് അവരുടെ ഒരു സഹായിയായി സ്വീകരിക്കണമെന്ന് അവൻ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. Now that big temple was closed up, but the boy did not know this fact. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. Nobody had ever told these things to the boy, so he walked all the way to the village, hoping to be kindly treated by the priest. അപ്പോഴാണ് ആ വലിയ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ക്ഷേത്രം എന്തായിരുന്നു? ക്ലോസ്ഡ് ആയിരുന്നു. ഈ ഒരു കാര്യം, അത് ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം ആ കുട്ടിക്ക് അറിഞ്ഞില്ല, അവിടെ അറിയില്ല. അതിൻ്റെ കാരണം എന്താ? ഒരു ഗോബ്ലിൻ മീൻസ് എന്താ? ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ. അതായത് ഈ സ്മോൾ അഗ്ലി ക്രീച്ചർ ദാറ്റ് ട്രിക്സ് പീപ്പിൾ ഓർ കോസ് ട്രബിൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കുട്ടിച്ചാത്തനോ ഒരു ഭൂതോ, അതിനാണ് നമ്മൾ ഗോബ്ലിൻ എന്ന് പറയാം. ആ ഒരു ഗോബ്ലിൻ ആ ഒരു ടെമ്പിളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രീസ്റ്റുമാരൊക്കെ ആ ഗോബ്ലിൻ വളരെയധികം ഫ്രൈറ്റൻ ചെയ്യാൻ മീൻസ് ഭയപ്പെടുത്തുക. എന്നിട്ട് ആ സ്ഥലമൊക്കെ കൈവശപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിൽ ആർക്കും പോകാൻ പറ്റിയില്ല, അത് ക്ലോസ് ആക്കിയിട്ട് അടച്ചു പൂട്ടിയിട്ട്. പക്ഷെ കുറച്ച് ധീരരായ, കുറച്ച് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള വേരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ധീരരായ ഏതാനും യോദ്ധാക്കൾ ആ കുട്ടിച്ചാത്തനെ വധിക്കാൻ വേണ്ടി രാത്രിയിൽ ആ ടെമ്പിളിൽ പോയിരുന്നു. ബട്ട് ദേ വർ നോട്ട് അലൈവ് അഗെയിൻ, അതായത് അവർക്ക് പിന്നെ ഒരു ജീവൻ ഉണ്ടായില്ല, ആരും അവരെ ജീവനോടെ കണ്ടിരുന്നില്ല. ഇക്കാര്യം ആ കുട്ടീനോട് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാതെ ആ പുരോഹിതന്മാർ നല്ല ദയോടുകൂടി അവനൊരു ശിഷ്യനായി ഏറ്റെടുക്കുന്നുള്ള പ്രതീക്ഷയിൽ അവൻ ആ ഗ്രാമത്തിലേക്ക് പോയി. ആ വഴി മുഴുവൻ നടന്നുപോയി. നെക്സ്റ്റ് പാരഗ്രാഫ്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. The boy went at once to the temple and knocked. There was no sound inside. He knocked and knocked again, but still nobody came. At last he pushed gently at the door and was quite glad to find that it had not been fastened. So he went in and saw a lamp burning, but no priest. അപ്പം മൂപ്പരിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് രാത്രിക്കായി. അപ്പോൾ ഭയങ്കര ഡാർക്കായി. അപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ജനങ്ങൾക്ക് ഉറങ്ങാൻ പോയി. ഒരു പ്രധാനപ്പെട്ട തെരുവിൻ്റെ അങ്ങേയറ്റം ഓപ്പോസിറ്റ് സൈഡിൽ കുന്നിൻ മുകളിൽ അവൻ വലിയൊരു ക്ഷേത്രം കണ്ടു. ക്ഷേത്രത്തിൽ വെളിച്ചമുണ്ട്, അതവൻ കണ്ടു. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോബ്ലിൻ ഇല്ലേ, ആ ഒരു ടെമ്പിളിൽ ഇപ്പോൾ താമസിക്കുന്ന ഗോബ്ലിൻ, ആ ഗോബ്ലിൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഷെൽട്ടർ മീൻസ് അഭയം,
അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രി എവിടെയെങ്കിലും തങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെളിച്ചമുള്ള ഏതെങ്കിലും സ്ഥലമാണല്ലോ നോക്കുക. അപ്പോൾ ആ ഒരു ടെമ്പിളിൽ വെളിച്ചം കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുമല്ലോ. അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രേരണ നൽകാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ചാത്താൻ വിളക്ക് കത്തിക്കുന്നതെന്നാണ് അവിടെയുള്ള ആൾക്കാർ പൊതുവെ പറയുന്നത്. പക്ഷേ ഈ ബാലൻ അതൊന്നും അറിയൂലായിരുന്നു. ബാലൻ മീൻസ് ഈ കുട്ടിക്ക് അതൊന്നും അറിയൂലായിരുന്നു. അവൻ ആ ലൈറ്റ് കണ്ടപ്പോൾ അവൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഏതും പ്രീസ്റ്റ് ഉണ്ടാവും വിചാരിച്ചിട്ട് അവൻ കയറി ക്ഷേത്രത്തിൻ്റെ വാതിലിൽ നോക്ക് ചെയ്യാൻ തുടങ്ങി. നോക്ക് ചെയ്യുക, മുട്ടി വിളിക്കുക. അവൻ മുട്ടി വിളിച്ച്, പക്ഷെ അവിടുന്ന് ആ ഒരു സൗണ്ടൊന്നും കേട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അവൻ വീണ്ടും വീണ്ടും നോക്ക് ചെയ്ത്, എന്നിട്ട് ആരും വന്നില്ല. അവസാനം അവൻ ആ വാതിലൊന്ന് ജസ്റ്റ് ഒന്ന് തള്ളി നോക്കി. ആ വാതിൽ എന്താക്കിയില്ലായിരുന്നു, പൂട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒരു സന്തോഷം തോന്നി. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അവൻ പ്രവേശിച്ചു. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെളിച്ചം അവൻ കണ്ടെങ്കിലും അവിടെ അടുത്തെങ്ങും ഒരു പ്രീസ്റ്റിനൊന്നും അവൻ കണ്ടിട്ടില്ല. പൊസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റേറ്റ് ഓഫ് ഹാവിങ് ഓർ ഓണിങ് സംതിങ്, അതായത് ഒരു ഉടമസ്ഥത. ഗോബ്ലിൻ പൊസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഗോബ്ലിൻ എന്ത് ചെയ്തു, കൈവശപ്പെടുത്തി. അതായത് ടെംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു അട്രാക്റ്റ് ഓർ ടു പെർസ്വേഡ്, അതായത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുക, മോഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുക. അങ്ങോട്ട് എത്തിക്കാനല്ല, ഗോബ്ലിൻ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രലോഭിപ്പിച്ചു. അതാണ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Next paragraph. He thought some priest would be sure to come very soon, and he sat down and waited. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens, good to paint cats upon. Though he was tired, he looked at once for the writing box and found one and ground some ink and began to paint cats. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി പ്രീസ്റ്റിനൊന്നും കണ്ടില്ല. പക്ഷെ അവൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ വരാൻ മതിയാവും, വൈകാതെ ഏതാനും പുരോഹിതന്മാർ തീർച്ചയായിട്ടും വന്നെത്തുമെന്ന് അവൻ വിചാരിച്ചു. അവൻ വളരെ പ്രതീക്ഷയോടുകൂടി ഇരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ എല്ലാ വസ്തുക്കളും പൊടി പിടിച്ച് ഒരു ചാര നിറത്തിലായിട്ട്, ഈ കോബ്വെബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലന്തി വല കെട്ടി ചുറ്റപ്പെടുന്നുണ്ടാവില്ല, ചിലന്തി വല, അങ്ങനെയൊക്കെ ആയി ഉണ്ടായിരുന്നു. അതായത് വളരെയധികം പൊടി പിടിച്ച് ആരും ശ്രദ്ധിക്കാനില്ലാത്തൊരു മട്ടത്തിലായിരുന്നു ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ. ആ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ഒരു സഹായിനെ ലഭിക്കുന്നത് പുരോഹിതന്മാർക്ക് ഇഷ്ടമായിരിക്കും. അതായത് അവിടെ ക്ലീൻ ആക്കിയിട്ട് ഒരാൾ എന്തായാലും വേണ്ടി വരും എന്ന് അവൻ സ്വയം വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ പൊടി പിടിച്ച് എന്തിനാണെന്ന് അങ്ങനെ ആലോചിക്കേണ്ടത്. ഇത്രയും സമയം തന്നെ ഇത്രയേറെ പൊടി പിടിക്കാൻ അവരത് അനുവദിച്ചുകൊണ്ട് അതവൻ അതിശയിച്ചു. എന്തായിരുന്നാലും അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് പൂച്ചകളെ വരയ്ക്കാൻ പറ്റിയ വെള്ള നിറത്തിലുള്ള കുറച്ച് സ്ക്രീനുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പെയിൻറ്റിങ് ആണല്ലോ, അതിന് പറ്റിയ സ്ക്രീനും അവിടെ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര ടയേർഡായിരുന്നു, ക്ഷീണിതനായിരുന്നു. എങ്കിൽ കൂടി അവൻ എന്ത് ചെയ്ത് അവൻ്റെ ഇങ്ക് ബോക്സ്, എഴുത്തുപെട്ടി അത് തിരയുകയും ഒരെണ്ണം കണ്ടുപിടിക്കുകയും മഷി ഉണ്ടാക്കി പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങുകയും ചെയ്തു. He painted a great many cats upon the screen and then he began to feel very, very sleepy. He was just on the point of lying down to sleep beside one of the screen when he suddenly remembered the words, avoid large places, keep to small. അവൻ ആ സ്ക്രീനിൽ കുറേ പൂച്ചകളെ വരച്ചു. പിന്നെ അവന് ഭയങ്കര ടയേർഡായപ്പോൾ അവന് നല്ല സ്ലീപ്പി മീൻസ് ഉറക്കം തോന്നി. സ്ക്രീനിൻ്റെ അടുത്ത് ഉറങ്ങുന്നതിനായിട്ട് അവനൊരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ കിടക്കാൻ പോയപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ ഗുരു മറ്റേ പ്രീസ്റ്റ് പറഞ്ഞ കാര്യം അവൻ ആലോചിച്ചു. എന്തായിരുന്നു പറഞ്ഞത്? അറ്റ് നൈറ്റ് അവോയ്ഡ് ലാർജ് പ്ലേസസ് ആൻഡ് കീപ് ടു സ്മോൾ. രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക. ദ ടെമ്പിൾ വാസ് വെരി ലാർജ്. ഹി വാസ് ഓൾ അലോൺ ആൻഡ് ഹി തോട്ട് ഓഫ് ദീസ് വേർഡ്സ് ദോ he could not quite understand them. He began to feel for the first time a little afraid and he resolved to look for a small place in which to sleep. ക്ഷേത്രം വളരെ വലുതായിരുന്നു, അവൻ ഒറ്റയ്ക്കായിരുന്നു. ഈ വാക്കുകൾ അവന് ശരിക്കും അപ്പോഴാണ് മനസ്സിലായത്. ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും അവൻ എന്തൊക്കെയോ ഒന്ന് കുറച്ച് മനസ്സിലായി. അപ്പോൾ അവന് കുറച്ച് പേടിയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഉറങ്ങുന്നതിനായിട്ട് ഒരു ചെറിയ സ്ഥലം തിരഞ്ഞു നടന്ന് അവസാനം തീരുമാനിച്ചു. റിസോൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ടു മേക്ക് എ ഫേം ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുക. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിംഗ് ഡോർ ആൻഡ് വെന്റ് ഇൻടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ടു ഫാസ്റ്റ് അസ്ലീപ്. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ നിരക്കി നീക്കാൻ പറ്റുന്ന ഒരു കതകോട് കൂടി ഒരു വലിയ പെട്ടി കണ്ടു. ഒരു ഡോറിൻ്റെ അടുത്തൊരു ചെറിയ സൈഡ് ബോക്സ് അവൻ കണ്ടു. അതിൻ്റെ ഉള്ളിൽ അവൻ കയറി അതിൻ്റെ ഡോർ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അവൻ കിടന്നുറങ്ങുകയും ഭയങ്കര ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്തു.
Very late in the night, he was awakened by a most terrible noise, a noise of fighting and screaming. It was so dreadful that he was afraid even to look through a chink of the little cabinet. He lay very still, holding his breath for fright. അങ്ങനെ രാത്രി ഭയങ്കര കൂരിരുട്ട്, അങ്ങനെ വളരെ വൈകിയൊരു രാത്രി. പെട്ടെന്നാണ് അവന് ഭയങ്കര ഭയങ്കര നോയ്സി തോന്നി, അതായത് ഭയങ്കര ശബ്ദം. ആ ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് ഉണർന്നു. എന്തൊക്കെയോ ഒരു വാറിൻ്റെ, ഒരു ഫൈറ്റിൻ്റെ ഒക്കെ ഒരു നോയ്സ്, ഒരു ഏറ്റുമുട്ടലിൻ്റെ നിലവിളിയുടെ ശബ്ദമായിരുന്നു. അവൻ കിടന്നിരുന്ന ആ വലിയ പെട്ടിയുടെ വിടവിലൂടെ, ചിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ ഓപ്പണിങ്, വിടവ്, ആ വിടവിലൂടെ പോലും നോക്കാനുള്ള ഭയം അവനുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് ഭീതിജനകമായിട്ടുള്ള ഭയങ്കര പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളായിരുന്നു. അത്രയും പേടിയായതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ ബ്രത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ ശ്വാസം, നമ്മൾ ശ്വാസോച്ഛ്വാസം എന്നറിയില്ലേ, ആ ഒരു ശ്വാസം പോലും അടക്കി പിടിച്ച് അവനങ്ങനെ നിശ്ചലനായിട്ട്, വിത്തൗട്ട് എ സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രെത്ത് ഫോർ ഫ്രൈറ്റ്, ഭയങ്കര പേടിച്ചിട്ട് അവനവിടെ കിടന്നു നീച്ചില്ല. The light that had been in the temple went out, but the awful sound continued and became more awful, and all the temple shook. After a long time silence came, but the boy was still afraid to move. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. അപ്പോൾ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ ലൈറ്റൊക്കെ കെട്ടുപോയി. ഭയാനകമായിട്ടുള്ള ആ ശബ്ദം കണ്ടിന്യൂസ് ആയിക്കൊണ്ടേയിരുന്നു, തുടർന്നുകൊണ്ടേയിരുന്നു. അത് കുറച്ചും കൂടി ഒച്ചത്തിലായി, കുറച്ചും കൂടി ഷാർപ്പായി, കുറച്ചും കൂടി പേടിപ്പെടുത്തുന്നതായി. ക്ഷേത്രം മുഴുവൻ കുലുങ്ങി. ഷേക്കൻ മീൻസ് കുലുങ്ങുക. കുറേയേറെ നേരം കഴിഞ്ഞിട്ടും അവസാനം സൈലൻസായി. സൈലൻസ് മീൻസ് നിശബ്ദത. പക്ഷെ അപ്പോഴേക്കും ആ കുട്ടിക്ക് അനങ്ങാൻ പോലും പേടിയായിരുന്നു. ചെറിയ കതകിൻ്റെ ആ ഒരു വിടവിലൂടെ നമ്മളെ സൂര്യൻ, പ്രഭാത സൂര്യൻ്റെ വെളിച്ചം ആ പെട്ടിയിൽ തട്ടുന്നവരെ, അതായത് സൂര്യൻ ഉദിക്കുന്നത് വരെ അവനെ അവിടുന്ന് നീക്കാൻ ഭയങ്കര പേടിയായിരുന്നു. Then he got out of his hiding place very cautiously and looked about. The first thing he saw was that all the floor of the temple was covered with blood. And then he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. But who or what could have killed it? There was no man or other creature to be seen. Suddenly the boy observed that the mouth of all cats he had drawn the night before were red and wet with blood. Then he knew that the goblin had been killed by the cat which he had drawn, and then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep to small. Afterwards the boy became very famous artist. Some of the cats which he drew still shown to travelers in Japan. അവനങ്ങനെ ആ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ പുറത്ത് വന്ന് നോക്കിയപ്പോഴോ ക്ഷേത്രത്തിൻ്റെ തറ മുഴുവൻ ബ്ലഡ്. അവൻ ആദ്യം കണ്ടതെന്താ, ഒരു പശുവിനേക്കാൾ വലുപ്പമുള്ള ഒരു ഭയങ്കര വലിയൊരു ബീഭത്സനായ ഒരു എലി. മോൺസ്ട്രസ് മീൻസ് വെരി ലാർജ്, അഗ്ലി, ഫ്രൈറ്റ് ആൻഡ് വൃത്തികെട്ട ഭയാനകമായൊരു ജീവി. ഒരു ചാത്തനെലി ചത്തു കിടക്കുന്നതാണ് കണ്ടത്. പക്ഷെ ആർക്ക് എങ്ങനെ അതിനെ കൊല്ലാൻ പറ്റിയെന്ന് അവന് എത്ര അന്വേഷണം കിട്ടില്ല. പക്ഷെ മനുഷ്യരൊന്നും അവിടെ ഇല്ലാന്താനോ. അപ്പോൾ അവന് ഒരു ജീവികളുമില്ല അവിടെ ഇല്ലേന്നു. തലേ രാത്രിയിൽ അവൻ തൻ്റെ പൂച്ചകൾ അവനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ആ പൂച്ചേൻ്റെ മൗത്തിൽ ചുവന്ന ബ്ലഡ്, രക്തത്താൽ നനഞ്ഞിരിക്കുന്നു അതിൻ്റെ മൗത്ത്. താൻ വരച്ച പൂച്ചകളാണ് കുട്ടിച്ചാത്തനെ കൊലപ്പെടുത്തിയതെന്ന് അവന് മനസ്സിലായി. രാത്രിയിൽ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങളിൽ കഴിയുക എന്ന് ജ്ഞാനിയായ തൻ്റെ പഴയ ഗുരു, അതായത് പ്രീസ്റ്റ്, എന്തുകൊണ്ട് അവനോട് പറഞ്ഞു എന്നതിനുള്ള ആ ഒരു കറക്റ്റ് ആൻസർ അത് അപ്പോഴാണ് അവന് മനസ്സിലായത്. പിന്നീട് ആ ബാലൻ ഒരു വലിയ ആർട്ടിസ്റ്റ് സ്കിൽ, അതായത് വലിയ കലാകാരനായി തീർന്നു. അവൻ വരച്ച ചില പൂച്ചകൾ എപ്പോഴും ആ ജപ്പാൻ നമ്മൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. സ്റ്റോറീൻ്റെ എൻഡിങ് അതാണ്. സ്റ്റോറി വളരെ സിമ്പിളാണ്, നമ്മളെല്ലാവരും വായിച്ചു നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എക്സസൈസ് ആയിട്ട് ഞാൻ വരും. എല്ലാവരും